പ്രിയപ്പെട്ടവരെ നമസ്കാരം. അപ്പം നമ്മൾ ഇങ്ങനെ മൂന്നാർ വഴി ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ കാട് സൗന്ദര്യം, അതായത് നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാതെ ഒരു പ്രകൃതിയുടെ ഒരു സൗന്ദര്യം കണ്ടു. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒപ്പിയെടുക്കണമെന്ന് തോന്നി. നമ്മളതങ്ങ് ഒപ്പാൻ പോവാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇത് കാണുമ്പോൾ വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ത് തോന്നാനല്ലേ? അപ്പോൾ ഇപ്പോഴോ ഇതൊരു കാട്ടുവഴിയാണ്. മരങ്ങളൊക്കെ മുറിച്ചിട്ടേക്കുന്നുണ്ടോ? ഡെവലപ്മെൻ്റാണ്. എന്തോ ഒരു റോഡ് വെട്ടി തെളിക്കാനുള്ള പരിപാടി എന്തോ ആണ് ഈ കാട്ടുവഴിയിലൂടെ. അങ്ങനെ നമ്മൾ കാറിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നി ഈ ഏരിയയിൽ. മരങ്ങളൊക്കെ വെട്ടി തെളിച്ചിട്ടേക്കണ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീലും ഒക്കെ കൂടി ചേർന്നതാണ് ആ സൗന്ദര്യം. വേണ്ട, ഇത് അകലേന്ന് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ. നമുക്ക് അകലേന്ന് വേറെ ഷോട്ട് വയ്ക്കാം. ഇപ്പം നമുക്ക് ഡങ്ങട് വച്ച് നോക്കാം. അടിപൊളിയല്ലേ? അതിന് നടുക്ക് നിൽക്കുന്ന ആ ഇലയില്ലാതെ നിൽക്കുന്ന ആ മരമില്ലേ, അതും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് കുറച്ചും കൂടി അടുപ്പിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എങ്ങനെയുണ്ട്. അതിലൊരു മഞ്ഞ കളർ ഒരു തുണി വലിച്ചു കെട്ടി എങ്ങനെ ഉണ്ടാവും, സാരി പോലെ പറക്കുന്ന ഭീകര ഭംഗിയായിരിക്കില്ലേ? അല്ല, ഈ മരത്തിൻ്റെ വിടവിലൂടെ നമ്മളിങ്ങനെ നടന്നപ്പോൾ നമ്മൾ താഴെ ഒരു കുട്ടി വെള്ളച്ചാട്ടം കണ്ടു. ശരിക്കും വണ്ടി നിർത്താനായിട്ടുള്ള കാരണം അതാണ്. ഇതാണ് ആ സൗന്ദര്യം. ഒരു കുട്ടി വെള്ളച്ചാട്ടം, നല്ല രസമുണ്ടായിരുന്നു. അതങ്ങനെ ഒഴുകി തെളിനീര് കണക്കിന് കുടിക്കാട്ടോ. വേറെ ഒന്നും നോക്കണ്ട, ഒരു മിനറൽ വാട്ടറും വേണ്ട. വേണ്ട, ദിവസം കാണിച്ചിട്ടെ. ഇവിടെ ചെറിയ ചെടി വളർന്നിരിക്കുന്നുണ്ടോ? നൈസല്ലേ? അടിപൊളിയല്ലേ? കാനന ഭംഗി എന്ന് പറഞ്ഞാൽ നൈസല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ആ കാനന ഭംഗി കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ പയ്യെ നടന്നപ്പോൾ ഇതവിടെ ഒരു മനോഹര ദൃശ്യം കണ്ടു. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇതവിടെ കണ്ട ഇതാണ് മറ്റൊരു ബ്യൂട്ടി. കീഴലും ബ്യൂട്ടിയല്ലേ എന്നൊക്കെ. ഇപ്പോൾ ഞാൻ റോട്ടിലൂടെ കണ്ട ഭംഗി കാണണ്ടേ?
ഞാൻ റോഡിലൂടെ പോയപ്പോൾ കണ്ട ഭംഗി ഒറ്റ നോട്ടത്തിൽ കണ്ടു. എനിക്ക് പ്രാന്തായി. ഞാൻ വണ്ടി നിർത്തി. ഇതാണ് ആ ഭംഗി. നൈസ് അല്ലേ? ആ ഭംഗിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്രെയിമാണ് ആ ഭംഗി. ഇടത് സൈഡിൽ ഒരു തകരക്കൂട്ട, തകര വീട്, സൈഡിൽ വെള്ളം ഒഴുകുന്നു. വലത് സൈഡിൽ ഫ്രെയിം വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നൈസല്ലേ? അപ്പോൾ ചില ഭംഗികളൊക്കെ നമ്മൾ ആസ്വദിക്കണം. കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നത് ഒരു വളരെ ഭംഗിയുള്ളൊരു ബ്യൂട്ടി ആണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ നമുക്കത് നമ്മുടെ കണ്ണിലേക്കത് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ യാത്രയിലാണ്, അതായത് നല്ല ഡെസ്റ്റിനേഷൻസ് നോക്കിയുള്ള യാത്രയിൽ. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കാണിക്കും. ഒരു വയലറ്റ് കളറിലുള്ള ചെറിയൊരു പൂ. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാവോ? നല്ല ഭംഗിയുണ്ടല്ലേ? നമ്മൾ കോളാമ്പിപ്പൂവൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, രസമായിട്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു ബ്യൂട്ടി നമ്മുടെ കണ്ണിൽ ഉടക്കി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ആ ബ്യൂട്ടി. ആ മരം അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മളതിങ്ങനെ ഫ്രെയിം ചെയ്യണം. നല്ല ഫ്രെയിമല്ലേ? അടിപൊളിയല്ലേ? നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സാധനമുണ്ട്. വേണ്ട, നീലാകാശം, ചുറ്റും വെള്ള മേഘങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ ആ മലയുടെ ബ്യൂട്ടി. രസമല്ലേ? പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം പകർന്നു കിട്ടുന്ന ഒരു അനുഭൂതിയാണത്. എൻ്റെ ഇടയിലൊരു വീടിരിക്കുന്നുണ്ടോ? അതിൻ്റെ കളർ നീലമായതുകൊണ്ട് ഒരു വേറൊരു ഇനി ഞാനൊരു സംഭവം കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ആ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ചാപ്പലാണേ. ആ ചാപ്പലിലേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. ഇത് ഭംഗിയല്ലേ? അത് ഭംഗി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഭംഗിയാണത്. ഇത് വില്ലേജ് അല്ലേ? വില്ലേജ്. ഇതൊരു വില്ലേജിലേക്കുള്ള വഴിയാണ്. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. അത് സ്വർഗത്തിൽ താമസിക്കുന്നവർ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. രസമല്ലേ? അവിടെ സൂര്യൻ വന്ന് വീണ് കിടക്കുമ്പോൾ ആ മൊട്ടക്കുന്നല്ല അത്, അവിടെ ആ തേയിലത്തോട്ടത്തിലെ ഭംഗിയുണ്ടോ? നൈസല്ലേ? അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ കുറച്ച് ദൂരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇടവഴി കണ്ടു. അപ്പോൾ നമ്മൾ ആ ഇടവഴിയിലൂടെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കയറുന്നു. അപ്പോൾ ആ ഇടവഴി എന്ന് പറയുന്നത് ഒരു തേയിലത്തോട്ടത്തിലേക്കുള്ള വഴിയാണ്.
Matupatti Estate private properties. Trespassers will be prosecuted. No entry. അപ്പോൾ നമ്മൾ നോ എൻട്രിയിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. പക്ഷേ ഉള്ളൊരു ഫോട്ടോ എടുക്കലാമോ? ശരി, അലോട്ടഡ്, സാങ്ഷൻ കിട്ടി. ഭാഗ്യത്തിന് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നു. അദ്ദേഹം നമുക്ക് എടുത്തോളാൻ പറഞ്ഞു. എടുത്തിക്കളല്ലേ? ശരി, താങ്ക് യു, നന്ദി. അപ്പോൾ അദ്ദേഹം അത് എടുത്തോളാൻ പറഞ്ഞു, പെർമിഷൻ തന്നു. അപ്പം നമ്മൾ മനോഹരമായ ആ എസ്റ്റേറ്റിലെ വ്യൂ പോയിന്റിലേക്ക് കയറുന്നു. വേണ്ട, അടിപൊളിയിലേ നോക്കി. എന്താ വ്യൂ നോക്ക്. വെറുതെ അല്ല മൂന്നാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് മാടി വിളിക്കുന്നതിൻ്റെ കാരണം. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്, ഓക്സിജൻ. നല്ല കിടിലൻ ഓക്സിജൻ കിട്ടുന്ന സ്ഥലമാണിത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണിത്. അടിപൊളിയല്ലേ, നൈസല്ലേ? നമ്മുടെ കാർ അവിടെ കിടപ്പുണ്ട്. So that we exploring one of the best beauty in Munnar. Okay, നൈസ് അല്ലേ? ഇനിയൊരു സാധനം കാണിച്ചേ. ദതാണ് ദതിൻ്റെ ഒരു ദത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ആസ്വദിക്കുന്ന പോലെ തന്നെ നിങ്ങളെയും ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പതിയെ ഒരു എന്താ തേയിലയുടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്കത് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അവിടുന്ന്. സൂം ചെയ്താൽ നിങ്ങൾക്കത് ക്വാളിറ്റി കുറയുന്നു. കാര്യം ക്യാമറയ്ക്ക് ഓക്കെയാണ്, എങ്കിലും നൈസല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഡെസ്റ്റിനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള തത്രപ്പാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ നിന്നൊരു സൈൻ ഓഫ് ചെയ്യണ്ടേ, ഒരു അടിപൊളി സൈൻ ഓഫ്. അപ്പോൾ നമ്മളൊന്ന് പയ്യെ ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നമ്മൾ അടിപൊളിയാക്കിയിട്ട് ഏത് ഫ്രെയിമിലാണ് രസമെന്ന് നോക്കിയിട്ട് നമ്മൾ ഈ ഫ്രെയിം അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചൊന്ന് മൂവ് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? അവിടെ ഒരു ചാപ്പലുണ്ട്, തേയിലത്തോട്ടമുണ്ട്, മലയുണ്ട്, മേഘത്തിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ വൺ സൈഡ് കമ്പോസിഷൻ ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ഹായ് കാണിക്കും. ഹായ്, ബായ്.